അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെയൊക്കെ മനസ്സുകൾ വിശാലമാവുക എന്നുള്ളത് വളരെയധികം സൗഭാഗ്യകരമായ ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ മനസ്സ് കൊടുസാകും തോറും രോഗങ്ങൾ അധികരിക്കും, പ്രായാധിക്യം പോലെ തോന്നിപ്പിക്കും. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ മനസ്സ് ഫ്രീ ആണെങ്കിൽ, അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, പോരില്ലാത്ത എല്ലാ ദുശ്ശീലങ്ങളും അതുപോലെ തന്നെ ദുശ്ചിന്തകളും ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് മാനസികപരമായി വളരെയധികം ഉല്ലാസം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമ്മളെല്ലാവരും നമുക്ക് എന്ത് നേടി അല്ലെങ്കിൽ എന്ത് നേടാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം മറ്റുള്ളവർ നേടിയതിനെക്കുറിച്ചുള്ള പ്രയാസമാണ് പലപ്പോഴും പല ആളുകളെയും പിടികൂടാറുള്ളത്. എന്ന് പറഞ്ഞാൽ തനിക്ക് ഈ കൊറോണ കാലം കിട്ടിയ ആയുസ്സിൽ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് കിട്ടിയത് എങ്ങനെ നശിപ്പിക്കാം അല്ലെങ്കിൽ അത് എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ച് കൂലങ്കഷമായി പരിചിന്തനം ചെയ്യുകയാണ് പല ദുഷ്ചിന്തകളുള്ള ആളുകളും ചെയ്യാറുള്ളത്. എന്നാൽ അം യഹ്സുദൂന നാസ ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലി. അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ജനങ്ങൾക്ക് നൽകിയതിൽ എന്തിനാണ് കൂട്ടരെ നിങ്ങൾ അസൂയപ്പെടുന്നത് എന്നാണ്. നമ്മളെങ്ങനെ വിചാരിച്ചാലും, എങ്ങനെ ഇല്ലാതാക്കാൻ വിചാരിച്ചാലും, ഒരാളെ നശിപ്പിക്കാൻ വിചാരിച്ചാലും അള്ളാഹു അവന് നൽകാൻ ഉദ്ദേശിച്ച ആ ഹല്ല് തീർച്ചയായും അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആർക്ക് എന്ത് നന്മ വന്നാലും, ആര് എത്ര പ്രശസ്തനായി കണ്ടാലും, ലോകം മുഴുവൻ ഒരാൾ അറിയപ്പെടുന്നത് കണ്ടാലും നമ്മുടെ മനസ്സിൽ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. നമുക്ക് അങ്ങനെ ആകാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ആകുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവർക്കും ആ ആസ്വാദനം ലഭിക്കും. അല്ലാത്തവർക്ക് അവരുടെ മനസ്സിന് സമാധാനം ഒരിക്കലും അള്ളാഹു നൽകുകയില്ല. എന്ന് മാത്രമല്ല, അവനേക്കാൾ വലിയ മാനസിക രോഗി ലോകത്ത് വേറെ ആരും ഉണ്ടായിരിക്കുകയുമില്ല. അതുകൊണ്ട് ആർക്കെന്ത് ലഭിച്ചാലും സന്തോഷിക്കുക എന്നുള്ള ഒരു രീതിയായിരിക്കണം മുഅ്മിനായ മനുഷ്യനുണ്ടായിരിക്കേണ്ടത്. അങ്ങനെയുള്ള ചിന്തയുള്ള ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിലേക്ക് കടന്ന് ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ആളെ നോക്കുമ്പോൾ അങ്ങനെ ഹൃദയവിശാലതയുള്ള ആർക്കെന്ത് ലഭിച്ചാലും സന്തോഷിക്കുന്ന ഒരാളാണല്ലോ കടന്നു വന്നത്. അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അതുകൊണ്ട് സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ആർക്കെന്ത് ചെറുതും വലുതുമായ നന്മകൾ ലഭിച്ചാലും സന്തോഷിക്കാൻ പഠിക്കുക. സർവശക്തനായ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.